നമസ്കാരം. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക്. ഒരു മുട്ടൻ വാർത്ത പരന്നു വന്നു, തർക്കങ്ങൾ പലവും നീണ്ടുപോയി. പൊതുജനമിങ്ങനെ കുശുകുശുത്തു, ബടുകൂസ് മൂക്കാട് പ്രശ്നക്കാരൻ. അമ്പരപ്പിക്കുന്ന വാർത്ത. ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ ഇതൊരു വാർത്തയായിരിക്കുന്നു. നീണ്ട ഒരു മൂക്ക്, ഇമ്മണി വലിയ ഒരു മൂക്ക്. ആ മൂക്കിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കഥാനായകന് വയസ്സ് 24. ഈ പ്രായത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ മീശയെ വെട്ടി ഒരുക്കി ലേറ്റസ്റ്റ് ഫാഷനിൽ മുടി ചീകി മാറി വരുന്ന ഫാഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് ഇമ്മണി മിടുക്കന്മാരായി നടക്കും. പക്ഷേ നമ്മുടെ കക്ഷിക്ക് അതൊന്നുമില്ല. ഇദ്ദേഹം ഒരു കുശിനിപ്പണിക്കാരനാണ്. അല്പം പരിഷ്കരിച്ചാൽ പേര് കുക്ക്. അക്ഷരജ്ഞാനിയോ ബുദ്ധിമാരുമല്ല, കഞ്ഞിക്കരിക്കായി കഷ്ടപ്പെടുന്നവൻ. അക്ഷരജ്ഞാനിയോ ബുദ്ധിമാരുമല്ല, കഞ്ഞിക്കരിക്കായി കഷ്ടപ്പെടുന്നവൻ. അടുക്കളയാണ് അദ്ദേഹത്തിന്റെ ലോകം. പുറം ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനറിയണം? നല്ലവണ്ണം ഉണ്ണുക, സുഖമായി പൊടി വലിക്കുക, ഉറങ്ങുക, ഉണരുക, കുശിനിപ്പണി ചെയ്യുക. മാസങ്ങളുടെ പേര് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ശമ്പളം മാസാവസാനം അമ്മ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. ഇങ്ങനെ സുന്ദരമായി ജീവിച്ചു വരുമ്പോഴാണ് ഒരു വലിയ സംഭവത്തിന്റെ ആരംഭം. മേൽപ്പറഞ്ഞ സ്വഭാവക്കാരനാണെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മൂക്കിന് നീളം കൂടിയതുപോലൊരു തോന്നൽ. അടുത്ത ദിവസവും കണ്ണാടിയിൽ നോക്കി. അതെ, തൻ്റെ മൂക്കിന് നീളം കൂടി കൂടി വരുന്നു. ആരോരും അറിയാതെ ആശ്ചര്യമായിട്ട് നീണ്ടു വരുന്നൊരു നാസികാഗ്രം, നീണ്ടു വരുന്നൊരു നാസികാഗ്രം. 1 മാസം കൊണ്ട് പൊക്കിള് വരെ നീണ്ടു വന്നു. ആൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാം, മൂക്കിപ്പൊടി വലിക്കാം, വാസന സർവവും തിരിച്ചറിയാം. മറ്റൊരു കുഴപ്പവുമില്ല. ചരിത്രത്തിൽ ഇത്തരം മൂക്കന്മാരുണ്ടായിരിക്കാം, പക്ഷേ അതിത്തരി കണാപ്പ മൂക്കല്ല. ആ പാവത്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഈ പിരിച്ചുവിടലിനെതിരെ ഒരു സംഘടനയും ശബ്ദിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, ഫോട്ടോ എടുക്കുന്നവർ, അഭിമുഖ സംഭാഷണക്കാർ, സിനിമ, റേഡിയോ, TV, പത്രക്കാർ, ഇരമ്പുന്ന മനുഷ്യക്കടൽ. ആ വീട്ടിൽ നിന്നും പല സാധനങ്ങളും കളവുപോയി. ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകാനും ശ്രമമുണ്ടായി. സ്വന്തം ചെറ്റപ്പുരയിൽ ഒതുങ്ങിപ്പോയി. മൂക്കൊരു സമ്മാനം നേടിത്തന്നു, പട്ടിണി എന്താണ് നിന്റെ പേര്? മൂക്കൊരു സമ്മാനം നേടിത്തന്നു, പട്ടിണി എന്താണ് നിന്റെ പേര്? അയാൾക്ക് ഒരു കാര്യം ബോധ്യം വന്നു. തനിക്കും തൻ്റെ മൂക്കിനും പ്രസിദ്ധി കിട്ടിയിരിക്കുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു. ആളുകൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ചിലർ തൊട്ടു നോക്കുന്നു, ചിലർ മൂക്കിൽ വിരലിട്ട് നോക്കുന്നു. എന്നാൽ ആരും നിങ്ങൾ ആഹാരം കഴിച്ചോ എന്നോ എന്താ ഇത്ര ക്ഷീണമെന്നോ ചോദിച്ചില്ല. പാവം തൊഴിലാളി, പാവം കുശിനിക്കാരൻ. അയാൾ തൻ്റെ വൃദ്ധമാതാവിനെ വിളിച്ചു പറഞ്ഞു, ഈ മൂശാട്ടകളെല്ലാം മാറ്റിയിറക്കി കഥ അടയ്ക്ക്. അമ്മ സൂത്രത്തിൽ ആളുകളെ പുറത്തിറക്കി വാതിലടച്ചു. മൂക്കൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കാഴ്ചക്കാർ കെട്ടിക്കിടക്കുന്നു. മൂക്കനെ കാണാൻ ആളുകൾ അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്തു. അങ്ങനെ കാശ് കൊടുത്ത് ആൾക്കാർ മൂക്കനെ കണ്ടു. പൊക്കിൾ കൊടി വരെ നീണ്ടു കിടക്കുന്ന അണ്ടകടാഹ സുന്ദര മൂക്ക് മഹത്വത്തിൻ്റെ ചിഹ്നമല്ലേ? മൂക്കനും അമ്മയ്ക്കും ജീവിക്കുവാൻ മാർഗമായി. ബുദ്ധിജീവികളും ദാർശനികരും ഈ അനാസ്ഥയ്ക്കെതിരെ ഉശിരൻ ശബ്ദം ഉയർത്തി. പക്ഷേ ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. ഗവൺമെന്റിന്റെ ഈ അനാസ്ഥ കണ്ട് പൊതുജനം പല അട്ടിമറി പ്രവർത്തനങ്ങളും നടത്തി. വെറും 6 കൊല്ലം കണ്ട് മൂക്കൻ കയറിയ ലക്ഷപ്രഭുവായി മാറി. മൂക്കൻ 3 പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു. അയാൾ അഭിനയിച്ച സിനിമകൾ കാണാൻ ആളുകൾ തിരക്കുകൂട്ടി. മൂക്കനെ 6 മഹാകവികൾ മൂക്കന്റെ അവദാനങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ പുറത്തിറക്കി. 9 സാഹിത്യകാരന്മാർ മൂക്കന്റെ ജീവിത ചരിത്രം എഴുതി പ്രസിദ്ധി നേടി. വ്യത്യസ്തനാമൊരു മൂക്കന പയ്യനെ നാട്ടുകാരെല്ലാരും പുകഴ്ത്തി തുടങ്ങി. ചലച്ചിത്ര ലോകത്ത്
മൂക്കന്റെ സൗധം ഒരു അതിഥി മന്ദിരമായി മാറി. വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണവും ഒരു നേരത്തെ മൂക്കിപ്പൊടിയും നൽകും. മൂക്കൻ 2 സുന്ദരിമാരെ സെക്രട്ടറിമാരായി നിയമിച്ചു. 2 പേരും മൂക്കനെ കയറി അങ്ങ് കലശലായി പ്രേമിച്ചു. ഏതു മണ്ടനെയും മുന്തിയറുപ്പനെയും പ്രേമിക്കാൻ സുന്ദരിമാരുണ്ടാകുമല്ലോ. 2 സ്ത്രീകൾ ഒരു സമയം ഒരേ പുരുഷനെ പ്രേമിച്ചാലുണ്ടാകുന്ന കുഴപ്പം ഇവിടെയും സംഭവിച്ചു. പൊതുജനങ്ങളും മൂക്കനെ സ്നേഹിക്കുന്നു. പൊക്കിൾ കൊടി വരെ നീണ്ടു കിടക്കുന്ന അണ്ടകടാഹ സുന്ദര മൂക്ക് മഹത്വത്തിന്റെ ചിഹ്നമല്ലേ? ലോകത്തിലെ പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും. ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിയിൽ ആളുകൾ കയറിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു, മൂക്കൻ അതിനെപ്പറ്റി എന്താ അഭിപ്രായം പറഞ്ഞു? മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സംഗതി നിസാരം. പ്രസിഡന്റ് മൂക്കന് നാസിക പ്രമുഖൻ എന്ന അവാർഡ് നൽകി ആദരിച്ചു. ഹസ്തദാനത്തിന് പകരം പ്രസിഡന്റ് മൂക്കന്റെ മൂക്കിൻ തുമ്പി പിടിച്ച് കുലുക്കി. രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൂക്കനെ തങ്ങളുടെ ആളാക്കാൻ മത്സരിച്ചു. സമരങ്ങൾക്ക് മൂക്കൻ നേതൃത്വം കൊടുക്കണം, മൂക്കൻ പാർട്ടിയിൽ ചേരണം. ഒരു സുന്ദരി മൂക്കനോട് പറഞ്ഞു, എൻ്റെ പാർട്ടിയിൽ ചേരണം. മൂക്കൻ ഒന്നും മിണ്ടിയില്ല. മറ്റേ സുന്ദരിയോട് ചോദിച്ചു, ഞാൻ വല്ല പാർട്ടിയിലും ചേരണം? അവൾക്ക് കാര്യം മനസ്സിലായി. ഓ, എന്തിന്? ഒരു പാർട്ടിക്കാർ മുദ്രാവാക്യം ഇറക്കി കഴിഞ്ഞു. നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി, നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി. ഇത് മറ്റേ പാർട്ടിക്ക് സുഖിച്ചില്ല. അവർ മറ്റേ സുന്ദരിയെ കൊണ്ട് മൂക്കനെതിരെ പ്രസ്താവന ഇറക്കിച്ചു. മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു. മൂക്കൻ മൂരാശിയാണ്. മൂക്കന്റെ വഞ്ചനയിൽ എന്നെയും പങ്കാളിയാക്കി. മൂക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ്. ഇത് പത്രക്കാര് പ്രസിദ്ധീകരിച്ചു. പ്രസിഡന്റിന് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വന്നു. പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി. മാർച്ച് 9 മൂക്കനെ പരസ്യ വിചാരണ ചെയ്യും. വിവിധ രാജ്യങ്ങളിലെ 48 ഡോക്ടർമാർ മൂക്കനെ പരിശോധിക്കും. ലോകത്തിലെ പത്രം മുതൽ TV വരെയുള്ള സകല ഗണാപ്പൻ മാധ്യമങ്ങളിലും ഇതിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഡോക്ടർമാർ മൂക്കനെ വളഞ്ഞു. ഒരു മഹാ ഡോക്ടർ മൂക്കന്റെ മൂക്കിന്റെ തുമ്പ് അടച്ചു പിടിച്ചു. അപ്പോഴേക്കും മൂക്കൻജി വായ് പൊളിച്ചു. മറ്റൊരു ഡോക്ടർ മൂക്കന്റെ മൂക്കിന്റെ തുമ്പിൽ മൊട്ടുസൂചി കൊണ്ട് കുത്തി. അപ്പോൾ മൂക്കന്റെ മൂക്കിൽ നിന്നും ഒരു തുള്ളി പരിശുദ്ധ രക്തം പൊടിഞ്ഞു. മൂക്ക് റബ്ബറല്ല, താനേ ഒറിജിനൽ. മൂക്കൻ സാഹിബിന്റെ സുന്ദരി സെക്രട്ടറി പെണ്ണ് തിരുമൂക്കിന്റെ തുമ്പത്ത് ചുംബിച്ചു. മുദ്രാവാക്യം ഉയർന്നു കഴിഞ്ഞു. സിന്ദാബാദ് സിന്ദാബാദ്, നാസിക പ്രമുഖൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ഒറിജിനൽ മൂക്കൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, വിപ്ലവ പാർട്ടി സിന്ദാബാദ്. പ്രസിഡന്റ് മൂക്കനെ രാജ്യസഭയിലേക്ക് റിക്രൂട്ട് ചെയ്തു. മൂക്കശ്രീ മൂക്കൻ MP. യൂണിവേഴ്സിറ്റികൾ മൂക്കന് എംലിറ്റും ഡിലിറ്റും നൽകി ആദരിച്ചു. മൂക്കശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. മണ്ടന്മാരല്ലേ ഈ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലീ കഴുതകൾക്കെല്ലാം. മണ്ടന്മാരല്ലേ ഈ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലീ കഴുതകൾക്കെല്ലാം. മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന സർക്കാർ. മൂക്കശ്രീ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ പറഞ്ഞു, പ്രധാനമന്ത്രി രാജിവെക്കണം, മന്ത്രിസഭ രാജിവെക്കണം. മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്ക്, ഒറിജിനൽ അല്ല. ബുദ്ധിജീവികൾ എന്തു ചെയ്യും? ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും സ്നേഹിച്ച് വിശ്വസാഹിത്യത്തിലേക്ക് ഉയർന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ വാചകങ്ങളും പ്രമേയങ്ങളും നർമ്മത്തിൽ ചാലിച്ചു. ഇതിൽ ഏറ്റവും ഹാസ്യം നിറഞ്ഞതത്രേ വിശ്വവിഖ്യാതമായ മൂക്ക്. നന്ദി, നമസ്കാരം.